ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ പരിശോധിക്കും. യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം നിർത്തുന്നതായും MS സൊല്യൂഷൻ CEO ഷുഹൈബ് അറിയിച്ചു. വിവരങ്ങളുമായി ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ ചോർച്ചയിൽ, അതായത് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ഊർജിതമാക്കാനാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത്. യൂട്യൂബ് ചാനൽ വീഡിയോ കൂടുതലായിട്ട് പരിശോധിക്കുമെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തവണ നടന്ന ഓണപരീക്ഷ, ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷ, ഈ രണ്ട് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വിവിധ തലങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ, പോലീസിന്റെ ഒക്കെ തീരുമാനം. ഇപ്പോൾ ഈ MS സൊല്യൂഷനെതിരെ ഇന്നലെ KSU സമർപ്പിച്ച MS സൊല്യൂഷനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU കഴിഞ്ഞ ദിവസം സമർപ്പിച്ച പരാതിയിൽ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ റൂറൽ പോലീസിന്റെ വിഭാഗത്തിൽ SBയുടെ ഭാഗത്തു നിന്നും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ MS സൊല്യൂഷന്റെ വീഡിയോകൾ പരിശോധിച്ച് ആ വീഡിയോയിലെ ഉള്ളടക്കത്തിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ്, അതുപോലെ തന്നെ ആ സ്ഥാപനത്തിലെ മറ്റു അധ്യാപകർ എന്നിവരുടെ മൊഴികൾ ഇന്നും നാളെയുമായിട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് നൽകിയിരിക്കുന്ന പരാതിയിലും ഒരു പക്ഷേ ഉടനെ തന്നെ അതിലും ഒരു അന്വേഷണം ഉണ്ടാകും. പക്ഷേ അത് സംബന്ധിച്ച് ഇപ്പോൾ കോഴിക്കോട് SP മുഖാന്തരമുള്ള ഒരു വിവരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നൊരു വിവരമുണ്ട്. എന്തായാലും ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ട് DGPക്ക് നൽകിയ റിപ്പോർട്ടിലും DGP ആ രീതിയിലുള്ള അന്വേഷണവും ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിലിപ്പോൾ ഈ MS സൊല്യൂഷനെതിരെ AIYF നൽകിയ ഒരു പരാതിയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അത് ഇതിന്റെ ഉള്ളടക്കത്തിൽ ഈ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് അശ്ലീല രീതിയിലുള്ള പദപ്രയോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങളിലാണ് AIYF ഇതിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിലും ഇപ്പോൾ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിരിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഈ CEO ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഒളിവിലാണ്. അദ്ദേഹം എവിടെയാണെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. അതോടൊപ്പം കഴിഞ്ഞ 3 ദിവസമായിട്ട് സ്ഥാപനം അടച്ചിട്ട നിലയിലുമാണ്. അങ്ങോട്ടേക്ക് അധ്യാപകരാരും എത്തുന്ന ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് ഒരു വ്യക്തമായ അന്വേഷണം തന്നെ നടത്തും എന്ന് തന്നെയാണ് നിലവിൽ പോലീസിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഈ ചോദ്യപേപ്പർ, അതായത് ഈ പരീക്ഷ നടക്കുന്നതിൻ്റെ തലേ ദിവസങ്ങളിലടക്കം ഈ യൂട്യൂബ് ചാനലുകളടക്കം ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ വരുന്നൊരു സാഹചര്യം, അതാണ് ഒരു വ്യാപകമായ അന്വേഷണത്തിലേക്ക് ഇത് എത്തിച്ചിരിക്കുന്നത്. ശരി ഇംതിയാസ്, എന്തായാലും ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിന്റെ വീഡിയോകൾ കൂടുതലായി പരിശോധിക്കുമെന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.